ഹലോ ഫ്രണ്ട്സ് ആൻഡ് മൈ സബ്സ്ക്രൈബേഴ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 10 ചെറിയ ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു സവാളയും, 1 സ്പൂൺ ഉപ്പും, 1 കപ്പ് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഒറ്റ വിസിലിൽ തന്നെ ചിക്കൻ വേവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ കുക്കറിൽ വേവിക്കുന്നത് കുറച്ച് സൂപ്പിനും കൂടി വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വെള്ളമാണ് ആവശ്യമുള്ളത് സൂപ്പിന് അത്രയും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഉള്ളി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ. അപ്പം നന്നായിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ഈ എണ്ണയിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ വരണ്ട് വന്ന സവാളയിലോട്ട് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ചിക്കൻ കറിയിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വരണ്ട് വന്ന മസാലയിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് അധികം കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ കറിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുരുമുളകും കറിവേപ്പിലയൊന്നും ആഡ് ചെയ്യാതെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൽ കുരുമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.